കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ ഇടതുഭരണം സകല മേഖലയെയും തകർത്തുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. This news is brought to you by നമ്മുടെ ഗൃഹലക്ഷ്മി 4ാം വർഷം പിന്നിട്ട് 5ാം വയസ്സിലേക്ക്. ഇപ്പോൾ തന്നെ ഗൃഹലക്ഷ്മി സന്ദർശിക്കൂ. എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ. അദ്ദേഹം പഞ്ചായത്തിൽ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിലാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ ഇടതുഭരണം സകല മേഖലയെയും തകർത്തുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. പുളിങ്ങോത്ത് നടന്ന UDF തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. പിണറായി ഭരണത്തിനെതിരെ തിരിയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണെന്നും ഇടതുഭരണത്തിൻ്റെ കെടുതികളാണ് ജനങ്ങൾ അനുഭവിക്കുന്നതെന്നും വിശ്വാസം നഷ്ടപ്പെട്ട നേതൃത്വമാണ് LDFൻ്റേതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ UDFന് 100 സീറ്റ് കിട്ടുമെന്നും ചെന്നിത്തല പറഞ്ഞു. മുഖത്തെ പ്രസന്ന ഭാവം കാണുമ്പോൾ ഈ പഞ്ചായത്തിന്റെ ഭരണം നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും എന്ന കാര്യത്തിൽ ഇതിപ്പോ ഇവിടെ മാത്രമല്ല, എല്ലായിടത്തെ സ്ഥിതി ഇതാണ്. കോൺഗ്രസ്സുകാരും UDFകാരും എല്ലാം ഒറ്റക്കെട്ടാണ്, റിബലുകളില്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. കാരണം കേരളത്തെ നമുക്ക് രക്ഷിക്കണം. 10 വർഷത്തെ ഇടതുമുന്നണി ഭരണം ഈ സംസ്ഥാനത്തെ സകല മേഖലകളെയും തകർത്തു. അതുകൊണ്ടാണ് പ്രവർത്തകരും നേതാക്കളും ഒരു മനസ്സോടെ ഇന്ന് പ്രവർത്തിക്കുന്നത്. ഈ ഭരണം ആർക്കു വേണ്ടിയുള്ള ഭരണം? കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ ഭരണത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിൽ ലക്ഷക്കണക്കിന് വോട്ട് നമ്മൾ ജയിച്ചതിന് കാരണം എന്താണ്? വിശ്വാസം നഷ്ടപ്പെട്ട നേതൃത്വമാണ് CPMന്റെ. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യത്തിൽ സ്വച്ഛാധിപത്യത്തിനെതിരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെ വികാരം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായി. ഇപ്പോഴും ഈ ഭരണത്തിന്റെ കെടുതിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. എനിക്കൊരു സംശയവുമില്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരും. കാർഷിക മേഖലയുടെ തകർച്ച, വന്യജീവികളുടെ അക്രമം കാരണം കർഷകർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ചെറുപുഴ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെയും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും രമേശ് ചെന്നിത്തല ഷാളിട്ട് അനുമോദിച്ചു. യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ സ്വാഗതം പറഞ്ഞു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും കാണുന്നത്. അതിനുള്ള തെളിവുകൾ തന്നെ നമുക്ക് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ ഭവന സന്ദർശനം നടത്തുമ്പോഴൊക്കെ ജനം UDFന്റെ സ്ഥാനാർത്ഥികളെ വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നത്. മണ്ഡലം ചെയർമാൻ A. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ചെറുപുഴ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷം മുമ്പ് ഒരു കയ്യബദ്ധത്തിൽ ജനാധിപത്യ മുന്നണിയിൽ നിന്നും ഭരണം നഷ്ടപ്പെട്ടൊരു സാഹചര്യം ഏത് വിധേനയും വീണ്ടെടുക്കും, ഒരു തരത്തിലുള്ള പഴുതുമില്ലാത്ത തരത്തിൽ അതിശക്തരായ ജനസമ്മതിയുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ബഹുദൂരം മുന്നിൽ നിന്നിരിക്കുകയാണ്.
ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ചെറുപുഴ പഞ്ചായത്ത് പിടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല, ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല. യൂത്ത് ലീഗ് നേതാവ് അലി മങ്കര മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, KPCC ആൻഡ് സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, വി കൃഷ്ണ മാസ്റ്റർ, VP അബ്ദുൽ റഷീദ്, KK സുരേഷ് കുമാർ, മഹേഷ് കുന്നുമ്മൽ, ഷാജഹാൻ പ്ലാക്കൽ, C മുഹമ്മദ് ഹാജി, AG മുത്തലീബ്, ജോസഫ് മുള്ളൻമട തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗൃഹലക്ഷ്മി 4ാം വർഷം പിന്നിട്ട് 5ാം വയസ്സിലേക്ക്. സഹകരിച്ച എല്ലാവർക്കും നന്ദി. വാർഷികം പ്രമാണിച്ച് നവംബർ 25 മുതൽ വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു. പ്രഷർ കുക്കർ 50% ഓഫ്, ഗ്യാസ് സ്റ്റൗ 50% ഓഫ്, മിക്സി 20 മുതൽ 40% വരെ ഓഫ്, കാസ്ട്രോൾ MRP 930, ഓഫർ പ്രൈസ് 399, അപ്പച്ചട്ടി 290, ഇൻഡക്ഷൻ കോപ്പ് ടോപ്പ് MRP 3890, ഓഫർ പ്രൈസിൽ 1599, നോൺ സ്റ്റിക് 4 പീസ് സെറ്റ് MRP 2990, ഓഫർ പ്രൈസിൽ 999. മറ്റ് അനവധി ഓഫറും. ഇപ്പോൾ തന്നെ ഗൃഹലക്ഷ്മി സന്ദർശിക്കൂ. എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.